ഇവിടെ ബഹുമാന്യനായ മിനിസ്റ്ററും നേരത്തെ MLA അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഈ പദ്ധതി ലഭിച്ചത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റിയുടെ രണ്ടാമത്തെ മിഷനായിട്ടുള്ള സിറ്റീസ് 2.0 കേരളത്തിലാകെ ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ഞാൻ ആ ഇന്റർവ്യൂവിന് നേരിട്ട് പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്ന് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത പലരും ഇവിടെ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി, അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു IAS ഉൾപ്പെടെ വിളിച്ച് മേയർ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഞാനെന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാൻ എനിക്ക് എന്റെ മുന്നിൽ അങ്ങനെ ഒരു മുൻപുള്ള ഒരു അനുഭവം കാണിച്ചു തന്ന ഒരു മേയർ ഉണ്ടായിരുന്നു. അത് ശ്രീ VK പ്രശാന്താണ്. അദ്ദേഹം സ്മാർട്ട് സിറ്റിയുടെ ഒന്നാമത്തെ മിഷൻ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ തിരഞ്ഞെടുപ്പിൽ ആദ്യം അന്നത്തെ UDF ഗവൺമെന്റ് ഒരു സ്മാർട്ട് സിറ്റി ഒരു മിഷൻ മതി, കേരളത്തിൽ ഒരു നഗരത്തിന് ആ മിഷൻ മതി എന്ന തീരുമാനം എടുത്തിരുന്നു. അങ്ങനെയാണ് കൊച്ചിക്ക് ആ മിഷൻ കിട്ടുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചുമതലയേൽക്കുകയും അന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ചുമതല വഹിച്ചിരുന്ന ശ്രീ VK പ്രശാന്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുത്തത്. നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെയല്ല, കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ മത്സരാധിഷ്ഠിതമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ അടക്കം ഒരു ബോർഡ് നിയമിച്ച് ഒരു ഇന്റർവ്യൂ അടക്കം നടത്തിയതിനു ശേഷമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ലഭ്യമാക്കുന്നത്. അന്ന് ശ്രീ VK പ്രശാന്ത് MLA അദ്ദേഹം മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് അവിടെ ഡൽഹിയിലടക്കം പോയി ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ ഭാഗമായി എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനുശേഷമാണ് ഈ ഭരണസമിതി ചുമതലയേറ്റത്. 2020 ചുമതലയേൽക്കുന്ന സമയത്ത് ആദ്യഘട്ടം എന്ന നിലയിൽ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതിനു പുറമേയുള്ള 500 കോടി രൂപ അന്ന് ഇവിടെ MLA പറഞ്ഞതുപോലെ തന്നെ അന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് ആ പണം വഹിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുമെങ്കിൽ മാത്രം തിരുവനന്തപുരം നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയാൽ മതി എന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരുന്നത്. അങ്ങനെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ എല്ലാം നേതൃത്വത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്ത് 500 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റും അതിനു പുറമേ വരുന്ന 135 കോടി രൂപ അത് തിരുവനന്തപുരം നഗരസഭ ULB ഷെയറായി തിരുവനന്തപുരം നഗരസഭയും വഹിക്കണം എന്ന തീരുമാനമെടുക്കുന്നത്. പദ്ധതികൾ ഏറ്റെടുക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഈ തുകയ്ക്ക് പുറമേ തുക ചിലവഴിക്കേണ്ടി വരുന്നെങ്കിൽ അത് തദ്ദേശ സ്ഥാപനം വഹിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് എത്ര രൂപയാണെങ്കിലും അത് തദ്ദേശ സ്ഥാപനം വഹിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ഏറ്റെടുക്കുന്നത്. അപ്പോൾ 500 കോടി രൂപ കേന്ദ്രം തരുമ്പോൾ 500ഉം 135 കോടി, ഏറ്റവും കൂടുതൽ കോടി രൂപ 635 കോടി രൂപ ചിലവഴിക്കുന്നത് സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമാണ് എന്നത് പ്രധാനമാണ്. അപ്പൊ ഇത്തരത്തിൽ വസ്തുതയിരിക്കെ ഇതിനെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്നത് ശരിയായ കാര്യമല്ല എന്നത് ഒന്നാമത്തെ കാര്യം. 2, നമുക്കറിയാം ഈ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ഇതിന്റെ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ഈ പ്രവർത്തികൾ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്കറിയാം പലയിടത്തും ഡക്റ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴികൾ കുഴിച്ചിട്ടിരുന്നിടത്ത് ആ കുഴികൾ ശാസ്ത്രീയമായി വർക്കെടുക്കുന്നതിന് മുൻപ് തന്നെ ആ കുഴികൾ നികത്തുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത് ഇവിടുത്തെ BJP ആണ്. BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഒരു ശാസ്ത്രീയപരമായ പരിജ്ഞാനവും ഇല്ലാത്ത കൌൺസിലർമാർ, ചില രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി, പദ്ധതി കൂടുതൽ തടസ്സപ്പെടണം എന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അവരെല്ലാം ഈ കുഴി അടയ്ക്കുന്നതിനു വേണ്ടി ശ്രമിച്ചത്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു നല്ല സംഭാവനയും ഇവിടുത്തെ കൌൺസിലർമാർ, BJPയുടെ കൌൺസിലർമാരുടെ ഭാഗത്തു നിന്നോ BJPയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനമാണ്. ഇത്തരത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒരു തരത്തിലുമുള്ള നല്ല സംഭാവനകൾ പണ്ടും ഇന്നും അവർ തന്നിട്ടില്ല. നമ്മൾ കാണുന്നത് എന്താ, ഈ പദ്ധതിയെല്ലാം വിജയിക്കുന്ന സമയത്ത് ഞങ്ങളെന്തോ കത്തൊപ്പിട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്ന് പോലും BJP പറയുന്ന സാഹചര്യമുണ്ടായി, നഗരസഭാ കൌൺസിൽ ഉൾപ്പെടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അത്തരത്തിൽ BJP ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചത് എങ്കിൽ അന്നത്തെ രേഖകൾ പുറത്തുവിടണ്ടേ? ആ രേഖകൾ പുറത്തുവിടാൻ തയ്യാറാകണം. അതുപോലെ രണ്ടാമത്തെ മിഷൻ സിറ്റീസ് 2.0 എന്ന സ്മാർട്ട് സിറ്റിയുടെ തുടർച്ച എന്ന നിലയിൽ സ്മാർട്ട് സിറ്റി മികച്ച നിലയിൽ നടപ്പിലാക്കാൻ സാധിച്ച നഗരങ്ങൾ 36 നഗരങ്ങളെയാണ് കേന്ദ്ര സർക്കാർ പരിശോധിച്ചത്.
ആ ഇന്റർവ്യൂവിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 36 നഗരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരിട്ട് അവിടെ പങ്കെടുത്തതാണ്. അതിൽ 18 നഗരസഭകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം തിരഞ്ഞെടുത്തത്. അതിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഭാഗമാകാൻ സാധിച്ചു എന്നതും പ്രധാനമാണ്.